നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അലൈനേഴ്സ് ഉപയോഗിക്കുന്നവർക്കുള്ള ടിപ്സ്, പോയിന്റ്സ്, ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു 50 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അലൈനേഴ്സ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിലോ, ഇനി നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കാരോ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും അലൈനേഴ്സ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരോ ഉപയോഗിക്കുന്നവരോ ആണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അലൈനേഴ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോയിലുള്ള 50 പോയിന്റ്സും നിങ്ങൾക്ക് സഹായമാകും. അലൈനേഴ്സ് ഏറ്റവും കുറഞ്ഞത് 22 മണിക്കൂർ ഒരു ദിവസം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു അലൈനർ കൊണ്ട് ഉണ്ടാവുന്ന പല്ലിന്റെ മൂവ്മെന്റ് അത് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഒരു ദിവസം 22 മണിക്കൂറെങ്കിലും ഉപയോഗിച്ചിരിക്കണം. അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന പ്രശ്നം, നമ്മൾ അടുത്ത സ്റ്റേജ് അലൈനറിലേക്ക് മാറുമ്പോൾ ഈ അടുത്ത സ്റ്റേജ് അലൈനർ ചിലപ്പോൾ കറക്റ്റായിട്ട് ഇൻസേർട്ട് ആവാതിരിക്കാനുള്ള സാധ്യത, അമർത്തി ചെയ്ത് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയുള്ളൊരു റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി 22 മണിക്കൂർ മിനിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴും കഴിച്ചോളൂ, അല്ലാതെയുള്ള കംപ്ലീറ്റ് സമയവും അലൈനേഴ്സ് വായിൽ തന്നെ ഉപയോഗിക്കുക. ഭക്ഷണ സമയത്തും പച്ചവെള്ളം ഒഴിച്ചുള്ള ബാക്കി എന്ത് കുടിക്കുമ്പോഴും നമ്മൾ ഈ അലൈനേഴ്സ് മാറ്റി വെച്ചിരിക്കണം. കാരണം ഭക്ഷണ സമയത്ത് നമ്മളിത് വെച്ച് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടാനുള്ള സാധ്യത വളരെയധികമാണ്. ചിലപ്പോൾ ചില കണ്ടീഷൻസിൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെക്കാൻ പറയാറുണ്ട്. അത് മിക്കവാറും തുടക്ക കാലഘട്ടങ്ങളിൽ അലൈനേഴ്സ് ഊരാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെക്കേണ്ടതായിട്ട് വന്നേക്കാം. മിക്കവാറും 1-2 ദിവസം മാക്സിമം, അതും ആദ്യത്തെ 1-2 സ്റ്റേജുകളുടെ സമയത്തായിരിക്കും അങ്ങനെ പറയുക. അല്ലാതെയുള്ള സമയത്തെല്ലാം കഴിക്കുക. കൂടാതെ പച്ചവെള്ളം ഒഴിച്ചുള്ള ബാക്കി എന്ത് പാനീയങ്ങൾ കുടിക്കുമ്പോഴും അഴിക്കുക. സോഡ, കൊക്കക്കോള, പെപ്സി, സ്പ്രൈറ്റ്, മോര്, തൈര് ഇതൊന്നും പരമാവധി കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക അലൈനേഴ്സ് ഉപയോഗിക്കുന്ന ആളുകൾ. കാരണം ഇത് കഴിച്ചതിന് ശേഷം വളരെ നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ അംശമെങ്കിലും പല്ലുകൾക്കിടയിൽ കുടുങ്ങിയിരിക്കുന്നുണ്ടാവും. നമ്മൾ ഈ അലൈനേഴ്സ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഒരിക്കലും ഇത് അവിടെ നിന്ന് വാഷ് ഔട്ട് ചെയ്ത് പോകുന്നില്ല. ഇത് അലൈനറിൻ്റെ ഉള്ളിൽ പല്ലുകൾക്കിടയിൽ ട്രാപ്പ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുക. കാർബോണിക് ആസിഡ് എന്ന് പറയുന്നതാണല്ലോ ഈ സോഡ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൈര്, മോര് ഇതെല്ലാം ആസിഡ് അടങ്ങിയിട്ടുള്ളതാണ്. നാരങ്ങവെള്ളം ഇതൊക്കെ ആസിഡ് ഉണ്ട്. ഇത് പല്ലുകളെ ദ്രവിപ്പിക്കാൻ ഒരു കാരണമായിട്ട് മാറും. അപ്പോൾ അലൈനർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡ്യൂറേഷനിൽ ഉപയോഗിക്കുന്ന സാധനമല്ല, മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും വരെ ഉപയോഗിക്കേണ്ട ഒരു അപ്ലയൻസ് ആണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ പല്ല് ദ്രവിച്ചു പോകാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ വക പാനീയങ്ങൾ, ആസിഡ് അടങ്ങിയിട്ടുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ കഴിച്ചാൽ തന്നെ 10 തവണയെങ്കിലും നന്നായിട്ട് കുലുക്കി കഴുകുക. അതിനുശേഷം മാത്രം അലൈനേഴ്സ് വായിലേക്ക് വെക്കുക. അലൈനേഴ്സ് ഉപയോഗിക്കുന്ന കാലത്തോളം റീമിനറലൈസേഷൻ ഫോം പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ വായ ക്ലീൻ ചെയ്യാം. പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഫോം വാഷ് ഉപയോഗിക്കാം. ഒരു റീമിനറലൈസേഷൻ ഫോം വാഷാണത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൽ നമ്മൾ ഇത്രയും നാൾ അലൈനേഴ്സ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പല്ലുകളിൽ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഇരുന്ന് ക്ലീൻ ചെയ്യാതൊക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ പല്ലുകൾക്ക് കേടുവരാം. അങ്ങനെ കേടുവരാതിരിക്കാനായിട്ട് പല്ലിൻ്റെ ഇനാമലിനെ റീമിനറലൈസേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ ഫോം വാഷ് എന്ന് പറയുന്നത്. റീമിനറലൈസേഷൻ ഫോം വാഷ് അത് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ബ്രഷിങ്ങിനോടൊപ്പം ഉപയോഗിക്കുക. അതൊരു 2-3 മിനിറ്റെങ്കിലും വായിൽ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ബ്രഷ് ചെയ്യുക. മറ്റ് പേസ്റ്റുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ഈ അലൈനർ കിട്ടിക്കഴിയുമ്പോൾ നിർബന്ധമായിട്ടും ക്ലിനിക്കിൽ നിന്ന് ഈ അലൈനർ വെക്കാനും എടുക്കാനും നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ അതിലുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെല്ലാനായിട്ട്. കാരണം പലപ്പോഴും പല പേഷ്യൻസിനും ഇത് ക്ലിനിക്കിൽ നിന്ന് ജസ്റ്റ് വെച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിൽ പോകും. പക്ഷെ വീട്ടിൽ ചെന്നിട്ട് അഴിക്കാൻ കഴിയുന്നില്ല, വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് കൊറിയറായിട്ടായിരിക്കും കിട്ടുക. അങ്ങനെ കൊറിയറായിട്ട് കിട്ടുന്ന സമയത്ത് ഇത് വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കോൾ സപ്പോർട്ട് നിങ്ങൾ ക്ലിനിക്കിൽ ചോദിക്കുക. വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി തരാൻ പറ്റും എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുക, വെക്കുക എന്നൊക്കെ ഉള്ളത്. ഓരോരുത്തർക്കും ഇത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് തന്നെ ചെയ്ത് കറക്റ്റ് ആവണം. അലൈനേഴ്സ് പൊട്ടിപ്പോവുകയോ കളഞ്ഞു പോവുകയോ ചെയ്താൽ, അപ്പോൾ കളഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇതൊന്ന് അഴിച്ച് ഒന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ഒരിക്കലും ഇത് സ്വിമ്മിംഗ് പൂളിൽ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ ചെല്ലുമ്പോൾ അത് നിർബന്ധമായിട്ടും ഒരു കേസിൽ സൂക്ഷിച്ച് തന്നെ വെക്കുക.
കളഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി പൊട്ടിപ്പോവുകയാണെങ്കിലോ, അത് ചെറിയ പൊട്ടലൊക്കെ ആണെങ്കിൽ അതിൽ ഉപയോഗിക്കുക, എന്നിട്ട് പുതിയത് ഓർഡർ ചെയ്യുക. തീരെ ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ തൊട്ട് മുൻപത്തെ സ്റ്റേജ് അലൈനർ ഉപയോഗിക്കുക. എന്നിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ ക്ലിനിക്കിന്റെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ആ പൊട്ടിപ്പോയ അലൈനർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളും. അലൈനറുകൾ പൊട്ടിപ്പോകാമെന്ന് പറഞ്ഞല്ലോ, ഇത് ഒരേ സ്റ്റേജിൽ തന്നെയാണ് പൊട്ടിപ്പോകുന്നതെങ്കിൽ നമുക്കൊരു റീസ്കാൻ വേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ ക്ലിനിക്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് ഒരു റീസ്കാൻ അറേഞ്ച് ചെയ്യുക. അലൈനേഴ്സ് നമ്മളൊരു സ്റ്റേജ് ഉപയോഗിച്ച് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ മിക്കവാറും ഇത് ലൂസായിട്ട് കാണും. ഇത് ലൂസായി എന്ന് കരുതി നമ്മൾ ഉടനെ തന്നെ അടുത്ത സ്റ്റേജിലേക്ക് മാറാൻ ശ്രമിക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാം. കൃത്യം 14 ദിവസമാണ് ഒരു അലൈനർ സ്റ്റേജ് ഉപയോഗിക്കേണ്ടത്. ഈ 14 ദിവസം കഴിഞ്ഞ് 15ാമത്തെ ദിവസം തന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിന് മുമ്പായിട്ട് മാറ്റാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അതിന് മുമ്പായിട്ട് മാറ്റും. ചില കണ്ടീഷൻസിൽ അലൈനേഴ്സിന്റെ ചില പ്രത്യേകതകൾ കൊണ്ട് തന്നെ പല അലൈനേഴ്സും പല ടൈപ്പാണ്. അപ്പോൾ ചില അലൈനേഴ്സ് 7 ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതിയാവും, ചില അലൈനേഴ്സ് 10 ദിവസമാണ്, ചില അലൈനേഴ്സ് 14 ദിവസം. അപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ദിവസങ്ങൾ എത്രയാണോ അത്ര ദിവസം കൃത്യമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം മാത്രം അടുത്ത നമ്പർ അലൈനറിലോട്ട് മാറുക. പല്ലിറുമുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പല്ലിറുമുക, ബ്രക്സിസം എന്നാണ് അതിന് പറയാം. അങ്ങനെ ബ്രക്സിസം ഒരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അലൈനേഴ്സ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ അലൈനേഴ്സ് കണ്ടാൽ അറിയാം, അതിന്റെ കടിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ തേഞ്ഞു പോയതുപോലെയുള്ള പൊട്ടലാണ് കാണപ്പെടുക. അത് നിങ്ങൾ ഉറപ്പായിട്ടും ക്ലിനിക്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അലൈനേഴ്സിന്റെ തിക്നെസ് കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അതോടൊപ്പം തന്നെ ബ്രക്സിസത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുകയും അതിനുള്ള ചികിത്സ തുടങ്ങുകയും ചെയ്യുക. നിങ്ങളുടെ പല്ലുകളിൽ അലൈനേഴ്സ് ഇടുന്നതിന് മുൻപായിട്ട് അറ്റാച്ച്മെന്റ്സ് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഒരു കോമ്പോസിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് പല്ലിന്റെ മുകളിൽ വെക്കുന്ന ചെറിയ 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 ഒരു ബൾജിങ്സ് ആണ് ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അതിന് 3 ഫങ്ഷൻസാണ് ഉള്ളത്. ഒന്ന്, പല്ലിലേക്ക് അലൈനേഴ്സിനെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുക. പിന്നൊന്ന്, ഇതിനെ ഹോൾഡിംഗ് പർപ്പസ്, ഹോൾഡ് ചെയ്ത് വെക്കുക. പിന്നൊന്ന്, ടൂത്ത് മൂവ്മെന്റിന് സഹായിക്കുക. ചിലതരം ടൂത്ത് മൂവ്മെന്റിന് നമുക്ക് പല്ലിനെ തിരിക്കണമെങ്കിൽ അവിടെ ഒരു പിടുത്തം ആവശ്യമാണ്. അപ്പോൾ ഒരു പിടുത്തം പോലെ ഒരു ഡോറിന്റെ, ഒരു സ്ലൈഡിംഗ് ഡോറിന്റെ ഹാൻഡിൽ പോലെ ഇത് പ്രവർത്തിക്കും. ഈ 3 കാര്യങ്ങളാണ് അറ്റാച്ച്മെന്റ്സിന്റെ ഫങ്ഷൻസ്. ഇനി അഥവാ അറ്റാച്ച്മെന്റ് പൊട്ടിപ്പോയി വിചാരിക്കുക, നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിനിക്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവർക്ക് വാട്സാപ്പിൽ നിങ്ങളുടെ ഫോട്ടോ, ഏത് പല്ലിൻ്റെയാണോ അറ്റാച്ച്മെന്റ് പൊട്ടിയത് അത് അയച്ചു കൊടുക്കുക. ആ അറ്റാച്ച്മെന്റ് ടൂത്ത് മൂവ്മെന്റിന് സഹായിക്കുന്ന അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അത് വീണ്ടും റീഫിക്സ് ചെയ്യേണ്ടി വരും. അല്ല, ഹോൾഡിങ്ങിനോ സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കുന്ന അറ്റാച്ച്മെന്റ് ആണെങ്കിൽ അത് പൊട്ടിപ്പോയാലും സ്റ്റെബിലൈസേഷനെ ബാധിക്കുന്നില്ല എങ്കിൽ അത് റീ അറ്റാച്ച്മെന്റിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ അലൈനർ സെറ്റിന്റെ കൂടെ ഒരു ടോപ്പിക്കൽ ഫ്ലൂറൈഡ് ജെല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജെല്ല് എല്ലാ മാസവും നിങ്ങളുടെ അലൈനറിന്റെ അകത്ത് വെച്ച് ആ അലൈനർ വായുടെ അകത്ത് അരമണിക്കൂർ സൂക്ഷിക്കുക. ഈ ടോപ്പിക്കൽ ജെല്ല് നമ്മുടെ പല്ലുകളുടെ പുറമേയുള്ള ഇനാമലിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ മുൻപൊരു പോയിന്റിൽ പറഞ്ഞതുപോലെ ഇനാമലുമായിട്ട് ഈ അലൈനർ കുറേ നാൾ കോണ്ടാക്ട് ചെയ്യിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ കുടുങ്ങിയാൽ അത് ഇനാമലിനെ ദോഷമായിട്ട് ബാധിക്കാം. ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ ഈ ടോപ്പിക്കൽ ഫ്ലൂറൈഡ് ജെല്ലിന് പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ടും എല്ലാ മാസവും അരമണിക്കൂർ വീതം ഉപയോഗിക്കും. അലൈനേഴ്സ് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് എന്തായാലും നിങ്ങളുടെ പല്ലുകൾ കംപ്ലീറ്റ് ഡോക്ടർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇങ്ങനെ പല്ലിൽ ചിലപ്പോൾ കേടുണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ഈ കേടുകൾ കംപ്ലീറ്റ് ആയിട്ട് അടക്കുക. അതുപോലെ തന്നെ പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് എന്ന് പറയും. കേട് വരാൻ സാധ്യതയുള്ള പല്ലിന്റെ വിടവുകളുണ്ട്. ഈ വിടവുകളും സീൽ ചെയ്ത് കൊടുക്കാൻ കഴിയും. അത് കേട് വരാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യാം. കാരണം അലൈനേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു പല്ലിന്റെ കേട് കൂടുകയോ അതൊരു വേദന ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ അലൈനർ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പിന്നീടുള്ള സ്റ്റേജസ് ഇൻസേർട്ട് ആവാതെ വരുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ പിന്നീടുള്ള അലൈനർ സ്റ്റേജസ് കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും കേട് അടക്കുക, പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് ചെയ്യുക. നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ IPR എന്ന് പറയും, ഇന്റർ പ്രോക്സിമൽ റിഡക്ഷൻ. പല്ലുകൾക്കിടയിൽ ചെറുതായിട്ട് പല്ലൊന്ന് രാഗി പോളിഷ് ചെയ്യുന്ന രീതിയാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട്, ഞാൻ നേരത്തെ ഒരു പോയിന്റിൽ പറയുന്നു, ടോപ്പിക്കൽ ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ അത് നിർബന്ധമായിട്ടും ക്ലിനിക്കിൽ നിന്ന് തന്നെ ചെയ്യിക്കുക. അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ പുളിപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആളുകളിൽ, മിക്കവാറും നിരതെറ്റിയ പല്ലുകളുള്ള ആളുകളിൽ, ഈ നിരതെറ്റൽ അലൈനസ് ഉപയോഗിച്ച് മാറ്റിയതിന് ശേഷം ചിലപ്പോൾ പല്ലുകൾക്കിടയിൽ ബ്ലാക്ക് ട്രയാങ്കിൾ, മിക്കവാറും മുൻപിലെ പല്ലുകളിൽ ബ്ലാക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്നൊരവസ്ഥ കാണാം. ഇത് നമുക്ക് IPR മുഖേനയോ അല്ലെങ്കിൽ ചില ഫില്ലിങ്സ് ഉപയോഗിച്ചോ ഒക്കെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധ്യമാണ്. അപ്പം അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മുൻപ് അലൈനർ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ ബ്ലാക്ക് ട്രയാങ്കിൾ ഉണ്ടായിരുന്നില്ല, അലൈനസ് ഉപയോഗിച്ച് പല്ല് നിരപ്പായി കഴിഞ്ഞ ശേഷം ഈ ബ്ലാക്ക് ട്രയാങ്കിൾ വന്നു എന്നുള്ളത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് കറക്റ്റ് ചെയ്യാൻ സാധ്യമാണ്.
അത് സ്വാഭാവികമായിട്ടും നിരതെറ്റിയ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നവുമാണ്. അലൈനസ് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് മിക്കവാറും കുറേ സ്റ്റേജുകൾ തന്നിട്ടുണ്ടാവും. അലൈനസ് മിക്കവാറും ഒരു 10, 15, 20, 40, 50 സ്റ്റേജുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ഈ സ്റ്റേജുകളെല്ലാം കഴിഞ്ഞതിന് ശേഷവും ചിലപ്പോൾ ചിലർക്ക് വീണ്ടും അലൈനസ് വേണ്ടി വന്നേക്കാം. അതിന് റിഫൈൻമെന്റ് അലൈനേഴ്സ് എന്നാ പറയുക. ഇതിന് പൊതുവെ ഏതാനും മാസത്തേക്ക് മിക്കവാറും കോസ്റ്റ് ഉണ്ടാകാറില്ല. അലൈനേഴ്സ് ഉപയോഗിക്കുന്ന ചില ആളുകളിൽ എല്ലിന്റെ ഡെൻസിറ്റി വ്യത്യാസം കൊണ്ടോ മറ്റോ ചിലപ്പോൾ പല്ലുകളുടെ മൂവ്മെന്റ് പ്രോപ്പറായിട്ട് വരാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഏറ്റവും അവസാന പല്ലിന്റെ അവസ്ഥ നോക്കി ഒരു റീസ്കാനിങ് ചെയ്താണ് റിഫൈൻമെന്റ്സ് കൊടുക്കാറ്. നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ അലൈനേഴ്സ് ഒരു കാരണവശാലും ഉപയോഗം കഴിഞ്ഞതല്ലേ ഇനിയിപ്പോൾ വേണ്ടായിരിക്കും എന്ന് കരുതരുത്. അതിന്റെ അതാത് നമ്പർ പാക്കറ്റുകളിൽ അത് സൂക്ഷിച്ചു വെക്കുക. കാരണം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു അലൈനർ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ പല്ലുകൾ പഴയതുപോലെ മൂവ്മെന്റ് നടക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10ാമത്തെ അലൈനറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു 2 ആഴ്ച ഉപയോഗിക്കാതെ പിന്നെ 10ാമത്തെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇൻസേർട്ട് ആവില്ല. അപ്പോൾ ചിലപ്പോൾ 9ാമത്തെ അലൈനർ ഇട്ട് നോക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അതും ഇൻസേർട്ട് ആവില്ല. അപ്പോൾ 8ാമത്തെ ഇട്ട് നോക്കേണ്ടി വരും. ചിലപ്പോൾ അതും ഇൻസേർട്ട് ആവില്ല. അപ്പോൾ 7ാമത്തെ ഇട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചില കണ്ടീഷൻസിൽ അലൈനേഴ്സ് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ, ഒരു എമർജൻസി വന്നാൽ പഴയത് ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും പഴയ അലൈനേഴ്സ് കളയാതിരിക്കുക. അപ്പോൾ അലൈനേഴ്സ് എല്ലാം ഉപയോഗിച്ചതിന് ശേഷമുള്ളൊരു കാര്യം പറയാം. അലൈനേഴ്സ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ റീറ്റെയിനേഴ്സ് ഉപയോഗിക്കണം. പല്ലുകളെല്ലാം ശരിപ്പെടുത്തി എല്ലാം പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം ആ പൊസിഷനിൽ തന്നെ പല്ലുകൾ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്ലയൻസ് ആണ് റീറ്റെയിനേഴ്സ്. ഇത് ക്ലിപ്പിട്ട ആളുകൾ ഉപയോഗിക്കണം, അലൈനേഴ്സ് ഇട്ട കഴിഞ്ഞ ആളുകളും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ ടൈപ്പാണ്. FLR എന്ന് പറയുന്ന ഫിക്സഡ് ലിംഗൽ റീറ്റെയിനേഴ്സും പല്ലിൻ്റെ പുറകിൽ ഫിക്സ്ഡ് ആയിട്ട് വെച്ച് കൊടുക്കുന്ന ഒരു ടൈപ്പ് റീറ്റെയിനേഴ്സ് ആണത്. അതും അതിൻ്റെ കൂടെ തന്നെ നൈറ്റ് ടൈം യൂസിന് വേണ്ടിയിട്ട് ബെക്സ് റാപ്പറോൺ റീറ്റെയിനർ, ഈ 2 റീറ്റെയിനേഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അലൈനേഴ്സ് ഊരിയെടുക്കുന്ന രീതി അത് ഓൾറെഡി നിങ്ങൾക്ക് ഡോക്ടർ കാണിച്ചു തന്നിട്ടുണ്ടാവും. എങ്കിലും ഒന്നുകൂടി പറയാം. അലൈനേഴ്സ് ഊരിയെടുക്കാനായിട്ട് നമ്മളൊരു റിമൂവർ ടൂൾ ഉണ്ടാവും. ഈ ടൂള് പുറകുവശത്ത്, വായയുടെ പുറകുവശത്ത് അകവശം എന്ന് വെച്ചാൽ നാക്കിൻ്റെ ഭാഗത്തു നിന്നും ആ ഭാഗത്തു നിന്നും വേണം നമ്മൾ ഈ അലൈനർ ടൂൾ ഉപയോഗിച്ച് അലൈനേഴ്സ് ഫസ്റ്റ് ഊരിയെടുക്കാനായിട്ട്. 2 സൈഡും പുറകുവശത്ത് നിന്ന് ഊരിയെടുത്തതിന് ശേഷം മാത്രം ഫ്രണ്ട് വശത്ത് നിന്ന് ഊരിയെടുക്കാൻ ശ്രമിക്കുക. ഇത് അലൈനർ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്, ഊരിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അലൈനേഴ്സ് കിറ്റിന്റെ കൂടെ നിങ്ങൾക്കൊരു ചൂയീസ് നൽകിയിട്ടുണ്ടാവും. ഒരു റബ്ബറിന്റെ ഒരു ചെറിയൊരു പീസാണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലൈനേഴ്സ് ഇൻസേർട്ട് ആക്കിയതിന് ശേഷം ഈ അലൈനേഴ്സ് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയോ എന്ന് കൺഫേം ചെയ്യാനായിട്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോഴും കടിച്ചു നോക്കുമ്പോഴൊക്കെ ഇൻസേർട്ട് ആയി തോന്നുമായിരിക്കാം. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയി എന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് ഈ ചൂയീസ് ഉപയോഗിക്കുക. ചൂയീസ് ഉപയോഗിക്കേണ്ട രീതി ഏറ്റവും അറ്റത്തെ പല്ല് വെച്ച് കടിക്കുക. അങ്ങനെ ഓരോ പല്ല് വെച്ച് കടിച്ച് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ കടിക്കുക. ഇതൊരു റബ്ബറിന്റെ മെറ്റീരിയലാണ്. അത് നിർബന്ധമായിട്ടും അലൈനർ കേസിൽ സൂക്ഷിക്കുക. ഓരോ തവണ അലൈനേഴ്സ് വെച്ചതിന് ശേഷം ഈ ചോയ്സ് ഉപയോഗിച്ച് കടിച്ച് അത് കൺഫേം ആക്കുക ഇൻസേർഷൻ പ്രോപ്പർ ആണോ. ഈ ഒരു പോയിന്റ് ഒരു കോംപ്ലിക്കേഷൻ ആണ്. അലൈനർ സ്ലിപ്പേജ് എന്ന് പറയും. എന്ന് വെച്ചാൽ അലൈനർ ഉപയോഗിക്കുന്ന സമയത്ത് പല്ലിനെ മൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ മൂവ്മെന്റ് അലൈനേഴ്സിൽ ഉണ്ടാവും. ഇതിനെ പല്ലുകൾ ഫോളോ ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ അലൈനേഴ്സിന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും ഒരു പല്ലിനെ മൂവ് ചെയ്യാനുള്ള രീതിയിൽ. പക്ഷേ ആ മൂവ്മെന്റ്, ആ ഷേപ്പ് മാറുമ്പോൾ ഉണ്ടാകുന്ന മൂവ്മെന്റ് എന്താണോ ആ മൂവ്മെന്റ് പല്ലുകളിൽ വരാതിരിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ആങ്കൈലോസിസ് എന്ന് പറയും. എന്ന് വെച്ചാൽ പല്ലും എല്ലും തമ്മിലുള്ള ജോയിനിങ്, അത് അനങ്ങില്ല, പല്ല് അനങ്ങാത്ത അവസ്ഥ. പിന്നെ ചില ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ, വൈറ്റമിൻ ഡിയുടെ കുറവ്, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പല്ലുകൾ മൂവ്മെന്റ് നടക്കാത്തത്. നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറിനെ ഒരു കാര്യം പറയുക. ഇങ്ങനെ അലൈനേഴ്സ് വെക്കുമ്പോൾ ആ സ്ലോട്ടിൽ കറക്റ്റായിട്ട് പല്ല് ഇരിക്കുന്ന പോലെ തോന്നുന്നില്ല എന്നുള്ള കാര്യം. അത് അലൈനർ സ്ലിപ്പേജ് ആയിരിക്കാം. അത് ഡോക്ടർ കൺഫേം ചെയ്യും. ചിലപ്പോൾ അത് നിങ്ങൾ വെക്കുന്ന പ്രശ്നവും ആയേക്കാം. അപ്പോൾ അത് ഡോക്ടർക്ക് ഒരു വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുത്ത് ഡോക്ടറോട് ചോദിച്ച് അത് കൺഫേം ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും അലൈനർ സ്ലിപ്പേജ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ബ്ലഡ് ചെക്കപ്പും ചിലപ്പോൾ ഹോർമോൺ ചെക്കപ്പൊക്കെ വേണ്ടി വന്നേക്കാം അതിൻ്റെ കാരണം കണ്ടെത്തുവാനായിട്ട്. അതോടൊപ്പം ഒരു റീസ്കാനിങ് വേണ്ടി വരും. അലൈനസ് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും OPG എന്ന് പറയുന്ന ഒരു എക്സ്റേ എടുക്കാനായിട്ട്. മിക്കവാറും കേസുകളിൽ അത് എടുക്കാൻ പറയാറുണ്ട്. ചിലപ്പോൾ അലൈനസ് ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് OPG എക്സ്റേ എടുക്കാൻ പറയാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അലൈനർ ഉപയോഗിക്കുന്ന സമയത്ത് പല്ലുകൾ മൂവ്മെന്റ് നടക്കാതിരിക്കാനായിട്ട് ഉണ്ടാകുന്ന ചില കാരണങ്ങളിൽ ഒന്നാണ് ആങ്കൈലോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ.
അപ്പോൾ അതുണ്ടോ എന്ന് പരിശോധിക്കാനും എക്സ്ട്രാ പല്ലുകൾ മോണക്കകത്ത് കുടുങ്ങിയിരിക്കുന്നുണ്ടോ എന്നറിയാനൊക്കെ ആയിട്ടാണ് ഈ OPG എക്സ്റേ എടുക്കുന്നത്. അതല്ലാതെ ഈ പല്ലുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നറിയാനും ഈ എക്സ്റേ ഉപയോഗിക്കും. അപ്പോൾ അത് മിക്കവാറും ഡോക്ടർ നിങ്ങൾ എടുക്കാൻ പറയും. അത് എടുത്ത് ഡോക്ടറെ കാണിക്കുക. നിങ്ങൾ അലൈനസ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ വായിൽ ക്യാപ്പ് ഉണ്ടെങ്കിൽ, ക്യാപ്പ്, ക്രൗണ് അങ്ങനെ എന്തെങ്കിലും പല്ലിൻ്റെ റൂട്ട് കനാലൊക്കെ ചെയ്ത് പല ആളുകളും ക്രൗണ്, ബ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അലൈനേഴ്സ് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ആ ക്രൗൺ മാറ്റേണ്ടി വന്നേക്കാം. എപ്പോഴും അങ്ങനെ മാറ്റേണ്ടി വരാറില്ല, പക്ഷെ പലപ്പോഴും പല ആളുകളിലും അത് മാറ്റേണ്ടി വരാറുണ്ട്. നിങ്ങൾ അലൈനേഴ്സ് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു സ്റ്റഡി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടാവും, ഒരു 3D ആനിമേഷൻ വീഡിയോ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് പ്രകാരമാണ് പല്ലുകളുടെ മൂവ്മെൻ്റ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ മൂവ്മെൻ്റ് അനുസരിച്ചായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലദൈർഘ്യം നിശ്ചയിക്കപ്പെടുക. ചിലപ്പോൾ ചില ആളുകളിൽ ഇത് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. അത് തികച്ചും സ്വാഭാവികമാണ്. അത് കൂടിയാലും കുറഞ്ഞാലും എക്സ്ട്രാ കോസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതുകൂടാതെ ഇത് കഴിഞ്ഞതിന് ശേഷം വരുന്ന എക്സ്ട്രാ അലൈനേഴ്സിന് ചാർജുകൾ ഈടാക്കാറുമില്ല. നേരത്തെ പറഞ്ഞ പോലെ അലൈനർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് സ്റ്റഡി റിപ്പോർട്ടും ആനിമേഷനൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് കാണുന്ന ആ മൂവ്മെന്റിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും മൂവ്മെന്റ് പല്ലുകൾക്ക് വേണം എന്ന് നിങ്ങൾക്ക് അലൈനർ എല്ലാം ഉപയോഗിച്ചതിന് ശേഷം തോന്നുകയാണെങ്കിൽ അതിനായിട്ട് ചിലപ്പോൾ വീണ്ടും റീസ്റ്റഡി വേണ്ടി വന്നേക്കാം. പുതിയൊരു അലൈനർ സെറ്റുകളൊക്കെ വേണ്ടി വന്നേക്കാം. അലൈനേഴ്സ് ഉപയോഗിക്കുമ്പോൾ ചുരുക്കം ചില ആളുകളിൽ ഒരുപാട് നിരതക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല്ലെടുക്കേണ്ടി വന്നേക്കാം. മിക്കവാറും അടിയിലെ മുൻനിരയിലെ പല്ലായിരിക്കും എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ അതൊരു അഭംഗിയെ കാണുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് അലൈനേഴ്സിൻ്റെ കൂടെ തന്നെ പല്ല് വെക്കുന്ന രീതി കൂടിയുണ്ട്, പോണ്ടിക്കുന്നതിനെ പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിനിക്കിൽ ചോദിച്ച് അത് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് വെപ്പിക്കാം. നിങ്ങളൊരു അലൈനർ ടൈപ്പ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ടൈപ്പ് അലൈനേഴ്സ് ഉണ്ടല്ലോ. സെമി ഫ്ലെക്സ് ടൈപ്പ് ഉണ്ട്, ഹൈ ഫ്ലെക്സ് ഉണ്ട്, മെമ്മറി ഫ്ലെക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് അലൈനറുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളൊരു ടൈപ്പ് അലൈനർ സെലക്ട് ചെയ്യുകയും കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് അലൈനറിൽ നിന്ന് മാറി മറ്റൊരു ടൈപ്പ് അലൈനർ ചെയ്യണമെന്ന് തോന്നുകയും ചെയ്താൽ റീസ്റ്റഡി ചെയ്യേണ്ടി വരും, റീസ്കാനിങ്ങും ചെയ്യേണ്ടി വരും, റീപ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ടൈപ്പ് അലൈനറുകൾ ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ സെമി ഫ്ലെക്സ്, ഹൈ ഫ്ലെക്സ്, മെമ്മറി ഫ്ലെക്സ്, ഈ അലൈനർ ടൈപ്പുകൾ എങ്ങനെ വരികയെന്ന് വെച്ചാൽ ഓരോ തിക്നെസ് അനുസരിച്ചാണ്. തിക്നെസ് കുറയും തോറും അതിൻ്റെ നമുക്ക് ഉപയോഗിക്കാനുള്ള കംഫർട്ട് കൂടും, എടുക്കാനുള്ള ബുദ്ധിമുട്ട് കുറയും. അങ്ങനെ ഉപയോഗിക്കുന്നതിനുള്ള വ്യത്യാസങ്ങളും കംഫർട്ടിൻ്റെ വ്യത്യാസങ്ങളൊക്കെയാണ് ഈ അലൈനർ ടൈപ്പിലുള്ള വ്യത്യാസങ്ങൾ. ഏത് ടൈപ്പ് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഈ കല്യാണമൊക്കെ അടുത്തിരിക്കുന്ന ആളുകൾ മിക്കവാറും ക്ലിപ്പ് ഇടുന്നതിന് പകരമായിട്ട് അലൈനേഴ്സ് ആണ് പ്രിഫർ ചെയ്യാറ്. കാരണം കല്യാണ സമയത്തൊന്നും ഈ ക്ലിപ്പ് വായിൽ കാണാതിരിക്കാനായിട്ട് എന്നുള്ള ആവശ്യപ്രകാരം. അപ്പോൾ അലൈനേഴ്സ് ഉപയോഗിക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ പല്ലുകളുടെ മുൻവശത്തായിട്ട് ചെറിയ ബൾജിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, അറ്റാച്ച്മെന്റ്സ് എന്ന് പറയും, ഇത് വെക്കാറുണ്ട്. ഇതങ്ങനെ പെട്ടെന്ന് വിസിബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. എങ്കിൽ കൂടി ചില പേഷ്യൻസിന് അതൊന്ന് മാറ്റി തരാമോ കല്യാണമായതുകൊണ്ടെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വീണ്ടും അലൈനർ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ റീഫിക്സ് ചെയ്യണം, റീസ്കാൻ ചെയ്യണം. ചില കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥയുള്ള പല്ലുകളുള്ള ആളുകളിൽ, അല്ലെങ്കിൽ വളരെയധികം നിരതക്കിയിരിക്കുന്ന അവസ്ഥയുള്ള ആളുകളിൽ, അലൈനർ സ്ലിപ്പേജ് ഉണ്ടാകുന്ന ആളുകളിൽ ഇവർക്കൊക്കെ ചിലപ്പോൾ റീസ്കാനിങ് വേണ്ടി വന്നേക്കാം. റീസ്കാനിങ്ങിന് പൊതുവെ എക്സ്ട്രാ ഒരു കോസ്റ്റോ കാര്യങ്ങളൊന്നും വരാറില്ല. അലൈനർ ഉപയോഗിക്കുന്ന സമയത്ത് ചില ആളുകളിൽ പാൽപ്പല്ല് വായിലിരിക്കുക അലൈനേഴ്സ് ഉപയോഗിക്കാറുണ്ട്. മോണരോഗം ഉള്ള അവസ്ഥകളിലും അലൈനേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ വേര് തേയ്മാനമുള്ള അവസ്ഥകളിൽ അലൈനേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ അവസ്ഥകളുള്ള ആളിലും അലൈനറുകളെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഈ പല്ലുകൾക്ക് എന്തെങ്കിലും ഇളക്കമോ ബുദ്ധിമുട്ടോ മറ്റോ വരികയാണെങ്കിൽ അത് എടുത്തു മാറ്റി അവിടെ പുതിയൊരു പല്ല് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ രീതി. മോണരോഗം ആണ് അവസ്ഥയെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്ലാപ്പ് തെറാപ്പി എന്ന് പറയുന്ന സർജറികളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് പല്ലിൻ്റെ ഇളക്കം മാറ്റിയെടുക്കാൻ സാധ്യമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഷുഗർ ഉള്ള ആൾക്കാർക്ക്, ഡയബറ്റിസ് മെലിറ്റസ് ഇത് ഉള്ള ആളുകളിൽ അലൈനസ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൺട്രോൾഡ് ആയിരിക്കണം. HbA1c എന്ന് പറയുന്ന ആ ഒരു വാല്യൂ 6 ബിലോ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ 3 മാസം കൂടുമ്പോഴും ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ അലൈനസ് ഉപയോഗിക്കുന്നവർ HbA1c 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്ത് ഡോക്ടറെ കാണിച്ച് അലൈനസ് തുടർന്ന് ഉപയോഗിക്കാം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വേരിയേഷൻ അതിൽ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അലൈനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങൾ പുതിയൊരു സ്റ്റേജ് അലൈനറിലോട്ട് മാറുന്ന സമയം രാത്രി ഭക്ഷണത്തിന് ശേഷം മാറാൻ ശ്രമിക്കുക. കാരണം തുടർച്ചയായിട്ട് ഒരു 8 മണിക്കൂർ അലൈനർ വായടത്തിരിക്കുമ്പോൾ ഇത്
നടത്തുന്ന മൂവ്മെന്റ് കൊണ്ട് അലൈനേഴ്സിന് അത്യാവശ്യം ലൂസ് വരാൻ സാധ്യത കൂടുതലാണ്. അല്ല എങ്കിൽ പുതിയൊരു അലൈനർ സ്റ്റേജ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മിക്കവാറും 2-3 ദിവസം അത്യാവശ്യം ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ടൈറ്റ് ഒന്ന് കുറച്ച് കിട്ടണമെങ്കിൽ അലൈനർ ഇടുന്ന സമയം രാത്രി ഭക്ഷണത്തിന് ശേഷമായിരിക്കണം. പിന്നീട് അലൈനർ അഴിക്കാൻ പാടില്ല. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു 8-9 മണിക്കൂർ നമുക്ക് വായുടെ അകത്ത് അലൈനേഴ്സ് ഇരിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ പോലെ ടൈറ്റ് മാറി കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അലൈനേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പല്ലുകളിൽ പുളിപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ പുളിപ്പിനുള്ള ചികിത്സ എടുത്ത് ആ പ്രശ്നം മാറിയതിന് ശേഷം മാത്രം അലൈനേഴ്സ് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ അത് ഭാവിയിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. അലൈനേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് പല്ലുകൾക്ക് ചെറിയ തോതിൽ ഇളക്കം, വേദന ഇവ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ കൂടുതലായിട്ട് വേദന, കൂടുതലായിട്ട് ഇളക്കം അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്റ്റേജ് അലൈനറുകൾ നമുക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരികയാണ്, ഞാനിത് ഉപയോഗിക്കുന്നത് എത്രാമത്തെ അലൈനർ സ്റ്റേജാണ് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങളുടെ അലൈനർ എടുത്ത് നോക്കി അതിൻ്റെ സൈഡിൽ പുറകുവശത്തായിട്ട് കാണാൻ പറ്റും ആ അലൈനർ സ്റ്റേജ് എത്രാമത്തെയാണെന്നുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ വളർത്തു മൃഗങ്ങളുണ്ടാകാം, വളർത്തു പക്ഷികളുണ്ടാവാം. അപ്പോൾ അലൈനർ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അഴിച്ചു വെക്കുമ്പോൾ നിർബന്ധമായിട്ടും കേസിൻ്റെ അകത്ത് ഇട്ട് വെക്കണം. കാരണം പലപ്പോഴും പട്ടി കടിച്ചു കൊണ്ടുപോവുക എന്നുള്ള അവസ്ഥകളൊക്കെ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും കേസിൽ തന്നെ അലൈനേഴ്സ് ഭക്ഷണം കഴിക്കുന്ന സമയം ഇട്ട് വെക്കുക. നിങ്ങളുടെ അലൈനർ ക്ലീൻ ചെയ്യാനായിട്ട് സാധാരണ പച്ചവെള്ളവും ബ്രഷും ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോപ്പ് വാട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അലൈനർ ഫോം വാഷ് ഉപയോഗിക്കാം. ഒരു കാരണവശാലും പേസ്റ്റ് ഉപയോഗിച്ച് ഒരുപാട് അലൈനർ ക്ലീൻ ചെയ്യാതിരിക്കുക. ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് വാട്ടർ അങ്ങനെയുള്ള കാഠിന്യമേറിയ ക്ലീനിങ് ഏജന്റുകൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ കയ്യിൽ അലൈനർ കിറ്റ് തന്നിട്ടുണ്ടാവും, അലൈനർ ബോക്സ് ഉണ്ടാവും. ഇതൊന്നും ഒരിക്കലും കാറിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൽ വെച്ചിട്ട് പോകാതിരിക്കുക. കാരണം കാറ് വെയിലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിനകത്തുള്ള ചൂട് ഭയങ്കരമായിരിക്കും. ഇത് അലൈനറിന്റെ ഷേപ്പിൽ വ്യത്യാസം വരുത്താൻ ഒരു കാരണമായിട്ട് മാറും. അലൈനേഴ്സ് ഉപയോഗിച്ച് തുടങ്ങുന്ന ആദ്യ സമയങ്ങളിൽ, ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ ആഴ്ചകളിൽ മിക്കവാറും ലിസ്പിംഗ് എന്ന് പറയും. എന്നുവെച്ചാൽ സംസാര സ്ഫുടത അത്ര പ്രോപ്പറായിട്ട് വരാതിരിക്കുക. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അത് പതുക്കെ അത് മാറി ശരിയായി വരും. അതുകൂടാതെ കൂടുതലായിട്ട് സലീവ വായിൽ വരിക, അല്ലെങ്കിൽ ഉമിനീര് കുറഞ്ഞു പോവുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ 2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ മറ്റോ മാക്സിമം അത് നീണ്ടു നിൽക്കാറുണ്ട്. അങ്ങനെ ഉമിനീര് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കും. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഡോക്ടറെ അലൈനേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം കാണാൻ ചെല്ലുന്നത്, അപ്പോഴൊക്കെ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അലൈനറിനോടൊപ്പം തന്നെ അതിന് മുൻപ് നിങ്ങൾ ഉപയോഗിച്ച 2 അലൈനർ സെറ്റ് കൂടി കൊണ്ടുപോവുക. കൂടാതെ അടുത്ത ഉപയോഗിക്കാൻ പോകുന്ന അലൈനർ സെറ്റ് കൂടി നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതുക. അപൂർവമായിട്ട് ചിലപ്പോൾ അലൈനേഴ്സിന്റെ എഡ്ജസ് ചിലപ്പോൾ നന്നായിട്ട് പോളിഷ് അല്ലാത്തൊരവസ്ഥ വന്നേക്കാം. അത് ചിലപ്പോൾ നാക്കിലും കവിളിലൊക്കെ മുറിവുണ്ടാക്കിയേക്കാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നെയിൽ കട്ടറിലുള്ള ഫയൽ ഉപയോഗിച്ച് നമുക്ക് ആ ഭാഗം മിനുസപ്പെടുത്തിയെടുക്കാം. അല്ലെങ്കിൽ വാട്ടർ പേപ്പർ, എമറി പേപ്പർ, അല്ലെങ്കിൽ നേരത്തെ ഒരു 500-600 സൈസിലുള്ള സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആ പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കൊടുത്തിട്ട് വായിൽ വെക്കാം. അലൈനേഴ്സ് ഉപയോഗിക്കുന്നവർ സിഗരറ്റ് വലിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അലൈനർ സ്ലിപ്പേജിനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ പല്ല് മൂവ്മെന്റ് നടക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അലൈനേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് പരമാവധി പുകവലി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം അത് നിങ്ങളുടെ പല്ലിൻ്റെ മൂവ്മെന്റിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൂടാതെ അലൈനറിൽ സ്റ്റെയിൻ വരാനായിട്ടും അതൊരു കാരണമായിട്ട് മാറും. നിങ്ങൾ ടൂറിനോ വെക്കേഷനോ മറ്റെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അലൈനറിന്റെ തൊട്ട് മുൻപിലുള്ള 2 സ്റ്റേജ് അലൈനർ എപ്പോഴും കയ്യിൽ കരുതുക. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ അലൈനർ കളഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ മറ്റോ ചെയ്താൽ അതിന് മുൻപുള്ള അലൈനർ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പല്ലിൽ അലൈനേഴ്സ് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ക്ലിപ്പിടുന്ന ആളുകൾ ഇവർക്കൊക്കെ പല്ല് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ഒരു പ്രതിപ്രവർത്തനം എന്നുള്ള നിലയിൽ മോണയ്ക്ക് ചിലപ്പോൾ കട്ടി വെക്കാം. അപ്പൊ ഇങ്ങനെ ഒരു കട്ടി വെക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് അലൈനേഴ്സ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മോണ കട്ടി വന്നത് ജിഞ്ചവക്ടമി എന്ന് പറയുന്ന ഒരു ലേസർ ചികിത്സയിലൂടെ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ടും ചിലർക്ക് ഉണ്ടാവുന്നതാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കാൻ സാധ്യമാണ്. മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു അലൈനർ ഫോം വാഷ് അല്ലെങ്കിൽ റീമിനറലൈസേഷൻ ഫോം വാഷ് നമ്മൾ വായിൽ ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച്. അതേപോലെ ക്ലീനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വാട്ടർ ഫ്ലോസർ. വാട്ടർ ഫ്ലോസർ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അത് പല്ലുകൾക്കിടയിൽ ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ വരാതിരിക്കാനും
പല്ലിൻ്റെ ഇടയിൽ കേട് വരാതിരിക്കാനും സഹായിക്കും. ചില ആളുകളിൽ ഗമ്മി സ്മൈൽ എന്ന് പറയും, എന്ന് വെച്ചാൽ ചിരിക്കുമ്പോൾ അമിതമായിട്ട് മോണ കാണുന്ന അവസ്ഥ. ഇങ്ങനെയുള്ളവരിൽ അലൈനേഴ്സിനോടൊപ്പം തന്നെ ചെറിയ മൈക്രോ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു വസ്തു മോണയിൽ ഘടിപ്പിച്ചിട്ട് അതിലേക്ക് അലൈനേഴ്സ് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളിൽ ചിലപ്പോൾ ഈ മോണ കൂടുതലായിട്ട് വളർന്ന് പൂവിൻ്റെ മുകളിൽ വന്ന് കവർ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നെക്സ്റ്റ് ടൈം ഡോക്ടറെ കാണുമ്പോൾ അത് ഡോക്ടർ കറക്റ്റ് ചെയ്ത് തരും. അതുകൂടാതെ ഇങ്ങനെ സ്ക്രൂ പിടിപ്പിച്ചിട്ടുള്ള ആളുകൾ എല്ലാ ദിവസവും ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വായിൽ കൊള്ളുക എന്നുള്ളതും നിർബന്ധമാണ്. നിങ്ങളുടെ അലൈനേഴ്സ് എല്ലാ അലൈനേഴ്സും തീരാറായി 50 സെറ്റ് അലൈനർ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 20 സെറ്റ് അലൈനർ ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതെന്ന് വിചാരിക്കാം. ഒരു 18 അലൈനർ സെറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ക്ലിനിക്കിലേക്ക് നിങ്ങളുടെ ഫോട്ടോസ്, പല്ലിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുക. ഡോക്ടർ ഇത് നിങ്ങളുടെ പല്ലിൻ്റെ അവസ്ഥ വിലയിരുത്തിയിട്ട് ചിലപ്പോൾ അവസാനത്തെ 2 സ്റ്റേജ് അലൈനേഴ്സ് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞേക്കാം. കാരണം ചിലപ്പോൾ ചില കണ്ടീഷൻസിൽ ഓവർ കറക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് പലപ്പോഴും ചെയ്യാറുണ്ട്. കാരണം ചില കണ്ടീഷൻസിൽ പല്ല് മൂവ്മെന്റ് നടക്കാൻ സാധ്യതയില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു മെത്തേഡാണത്. ഓവർ കറക്ഷൻ ആയിട്ട് പറയാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അതൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവസാനത്തെ 2 അലൈനേഴ്സ് വേണ്ടതായിട്ട് വരില്ല ചില ആളുകളിൽ. അപ്പൊ അത് നിങ്ങൾ ക്ലിനിക്കിൽ ഒന്ന് ഫോട്ടോസ് അയച്ച് അല്ലെങ്കിൽ നേരിട്ട് ചെന്ന് ഡോക്ടറെ കണ്ട് ഇനി ഉള്ള 2 അലൈനേഴ്സ് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ അലൈനേഴ്സ് ഉപയോഗിക്കുന്നത് ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, IPR ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ പല്ലുകൾക്കിടയിൽ ഇത്തിരി പിടിച്ചിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ പ്ലാക്ക്, കാൽക്കുലസ് മുതലായ അഴുക്ക് പിടിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പല്ലിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിച്ചേക്കാം. അപ്പോൾ കണ്ണാടി നോക്കുക, പല്ലുകൾക്കിടയിൽ ഇങ്ങനെ എന്തെങ്കിലും പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ക്ലിനിക്കിൽ ചെന്നൊന്ന് പല്ല് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പല്ല് മൂവ്മെന്റ് നടക്കാത്ത ഒരവസ്ഥയുണ്ടാവും. നമ്മൾ ഈ അലൈനേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണം കിട്ടാത്തൊരവസ്ഥയുണ്ടാവും. നിങ്ങൾ അലൈനേഴ്സ് ഉപയോഗിക്കാനുള്ള കാരണം നിങ്ങളുടെ മുകളിലെ സെൻട്രലിലെ പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പാണ്. അതിനെ ഡയസ്റ്റിമ എന്ന് പറയാം. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങൾ അലൈനേഴ്സ് ഉപയോഗിച്ചതെങ്കിൽ ആ ഡയസ്റ്റിമ എന്ന് പറയുന്ന ആ ഗ്യാപ്പിനിടയിൽ ചെറിയൊരു ദശ കയറി നിൽക്കുന്നുണ്ടാവും. ഫ്രീനം എന്നാണ് അതിൻ്റെ പേര്. ഈ ഫ്രീനം ഏറ്റവും അവസാനം ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. ഫ്രീനെക്ടമി എന്നാണ് അതിന് പറയുക. മിക്കവാറും ലേസറിലാണ് അത് ചെയ്യുക. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യിക്കുക. അല്ലെങ്കിൽ അവിടെ വീണ്ടും ഗ്യാപ്പ് ഓപ്പൺ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടാതെ ആ പല്ലിൻ്റെ പുറകുവശത്തായിട്ട് FLR എന്ന് പറയും, ഫിക്സഡ് ലിംഗ്വൽ റീറ്റെയിനേഴ്സ്, അത് കൊടുക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഡോക്ടർ എന്തായാലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം. അത് നിർബന്ധമായിട്ടും ചെയ്യിക്കുക. നിങ്ങളുടെ എല്ലാ അലൈനേഴ്സും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് പുറകിലെ പല്ലുകൾ തമ്മിൽ പ്രോപ്പറായിട്ട് കടി കിട്ടാത്തൊരവസ്ഥയുണ്ട്. അത് സ്വാഭാവികമായിട്ടും പല ആളുകളിലും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതൊരു പ്രശ്നമില്ല, അത് കറക്റ്റ് ചെയ്യാൻ സാധ്യമാണ്. നിങ്ങളുടെ റിഫൈൻമെൻറ്റ് അലൈനേഴ്സ് തരുന്ന സമയത്ത് നമുക്ക് റീസ്കാനിങ് ചെയ്യുകയും പല്ലുകളിൽ, പുറകിലുള്ള പല്ലുകളിൽ ലിംഗ്വൽ ബട്ടൺ എന്ന് പറയുന്ന ചെറിയ ബട്ടൺസ് പോലുള്ള സംഭവങ്ങൾ ഘടിപ്പിക്കുകയും അതിൽ എലാസ്റ്റിക്സ്, റബ്ബർ ബാൻഡ് കൊടുത്ത് പല്ലുകളുടെ ബൈറ്റ് കറക്റ്റ് ചെയ്യാനും സാധ്യമാണ്. അത് നിങ്ങളുടെ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ഡോക്ടർ നോക്കി അത് വേണ്ടതുപോലെ ചെയ്തു തരുന്നതായിരിക്കും.